ഹായ്, എല്ലാവരോടും ഒരു കാര്യം പറയാനാണ് ചേച്ചി വന്നത്. പ്രത്യേകിച്ച് ആണുങ്ങളോട്. കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ കൃത്രിമമായ സൗന്ദര്യത്തിൻ്റെ മുന്നിൽ വീഴാതിരിക്കുക. ഇപ്പോൾ വിപണിയിൽ നിറയെ കൃത്രിമ സൗന്ദര്യം വെക്കുന്ന പ്രോഡക്റ്റുകൾ നിറയെ ഉണ്ട്. അതിനകത്തൊന്നും വീഴാതിരിക്കുക. യഥാർത്ഥ സൗന്ദര്യം ഏതാണ്, നമുക്ക് ജന്മനാ കിട്ടിയ സൗന്ദര്യം ഏതാണ്, അത് നിങ്ങൾ കണ്ടറിഞ്ഞിട്ട് വേണം ഓരോരുത്തരെയും കല്യാണം കഴിക്കാൻ. ചേച്ചി പറയാൻ കാരണമെന്ന് പറയുന്നത്, നമ്മളൊരു കെട്ടിടം വെക്കുമ്പോഴാണ് ഇപ്പോൾ ഫൗണ്ടേഷനും മെറ്റിനും സിമൻ്റൊക്കെ ഉള്ളത്. ഇപ്പോൾ അതല്ല, നമ്മുടെ ഫേസിന് സൗന്ദര്യം കൂട്ടാനിപ്പോൾ ഫൗണ്ടേഷനും മെറ്റിലും സിമൻ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്നും ആരും വീഴാതിരിക്കുക. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഓരോരുത്തരുടെയും ഹാൻഡ് ബാഗിൽ നോക്കിയാൽ ഫൗണ്ടേഷനാന്ന് പറയുന്നേക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ടിടുന്ന ക്രീമാന്ന് കേൾക്കാം, പിന്നെന്തോ ഏതാണ്ടൊക്കെ കുറേ പേരുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്കത്ര അറിയത്തില്ല ആ പേരുകളൊന്നും. പക്ഷേ ഇതൊന്നും നല്ലതല്ല, ഇതെല്ലാം കെമിക്കലുള്ളതാണ്, ഇല്ലേ? യഥാർത്ഥത്തിൽ നമ്മൾ വാങ്ങുന്ന ഒരു സോപ്പ് പോലും അതിനകത്ത് എന്തെല്ലാം കെമിക്കലാണ് ചേർന്നിരിക്കുന്നത്. നമ്മൾ പോയി ഒരു ചന്ദ്രിക സോപ്പ് വാങ്ങുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങുന്നത്, അതിൻ്റെ മണം കണ്ടാണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷേ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടോ? ആരും വായിക്കുന്നില്ല. ആ ചന്ദ്രികയുടെ ആ എസൻസ് അല്ലെങ്കിൽ ആ ഫ്ലേവർ ഒരു ശകലം മാത്രമാണ് അതിൽ കലർന്നിട്ടുള്ളത്, ബാക്കിയെല്ലാം കെമിക്കലാണ് ചേർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ സോപ്പുകൾ പെട്ടെന്ന് അലിഞ്ഞു പോകാത്തതും അത് നല്ല കട്ടിയായിട്ടിരിക്കുന്നതും. ഇപ്പം നിറയെ നാച്ചുറൽ സോപ്പ് നമ്മുടെ വീടാൻ തോറും ഓരോ വീട്ടമ്മമാരും ചെയ്യുന്നുണ്ട്. അതിന് ചിലപ്പോൾ ഇച്ചിരി വില കൂടുതലായിരിക്കാം, പക്ഷേ നമ്മുടെ സ്കിന്നിനൊന്നും ഒരു കുഴപ്പവും പറ്റത്തില്ല. നിങ്ങളെല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് കണ്ടിട്ട് അവർക്ക് ആ തൊഴിലിൽ അവർക്ക് ഒരു വരുമാനം ഉണ്ടാകുന്നതിന് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം നല്ല സാധനത്തിന് പൈസ കൊടുത്താൽ കുഴപ്പമില്ല. ഈ ചുമ്മാതെ നമ്മൾ ഈ ഇല്ലാത്ത കെമിക്കലെല്ലാം കൂടെ വാരി വെക്കുന്ന എല്ലാ പ്രോഡക്റ്റും വാങ്ങി നമുക്ക് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ സംരംഭങ്ങൾ കുടിൽ വ്യവസായമായിട്ടൊക്കെ ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ ചേച്ചി പറയാനുള്ളത്, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു മസാജ് ചേച്ചി പറഞ്ഞു തരാം. ഇപ്പോൾ ചേച്ചിക്ക് അറിയാവുന്നൊരു മസാജ്, അത് നിങ്ങൾ ചെയ്യണം. പിന്നെ ചേച്ചിക്കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നും ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. അതുപോലെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ്റെയോ ഒരു സിമൻറ്റിൻ്റെയോ ഒരു മെറ്റീരിയലിൻ്റെയോ ഒരാവശ്യവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഞാൻ ചോദിക്കട്ടെ, പണ്ടുള്ള വീട്ടിലുള്ള പണ്ടുള്ള ആൾക്കാർ ഏത് ഫൗണ്ടേഷൻ ഇട്ടിട്ട് അവർക്ക് സൗന്ദര്യം വെച്ചത്? അന്നുള്ള ആൾക്കാർക്ക് എന്ത് സൗന്ദര്യമാണ്! ഇപ്പം തന്നെ അന്നുള്ള ആൾക്കാർ വയസ്സായ അമ്മൂമ്മമാരെ അപ്പൂപ്പന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊതി വരിക, അവരുടെ ചെള്ളയിലൊന്ന് പിടിക്കാൻ തോന്നും. അത്രയ്ക്ക് സൗന്ദര്യം അവർക്ക്. അവർ ഇതെല്ലാം ഇട്ടിട്ടാണ് അവർക്ക് സൗന്ദര്യം വെച്ചത്? അല്ലല്ലോ. എനിക്കറിയാവുന്നൊരു കല്യാണത്തിന് ഞാൻ പോയി. കാരണം എന്നെ പഠിപ്പിച്ച ഒരു സാറാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഞാൻ ആ കല്യാണത്തിന് പോയപ്പോൾ ഞങ്ങൾ മണ്ഡപത്തിൽ ചെല്ലുമ്പോൾ ആ പെണ്ണിനെ കാണുമ്പോൾ നല്ല സൗന്ദര്യം. എന്നുവെച്ചാൽ ഈ സിനിമാ നടികളുടെയൊക്കെ കൂട്ടിപ്പോൾ നമ്മൾ സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിക്കുന്ന എല്ലാവരും വെള്ളയാണ്. സാധാരണ അവരുടെ യഥാർത്ഥ മുഖം കണ്ട ആരും നോക്കാൻ പോലും അറയ്ക്കും, അങ്ങനെയുള്ള മുഖമായിരിക്കും. പക്ഷേ ഈ ഫൗണ്ടേഷനും കുന്തവും കുടച്ചക്കറൊക്കെ തേച്ച് ഇല്ലാത്ത, എന്നുവെച്ചാൽ അവരുടെ മുഖത്ത് എന്ത് പാടുണ്ടെങ്കിലോ ഏത് കറുപ്പാണെങ്കിലോ അവർക്ക് ഈ ഫൗണ്ടേഷൻ അതൊരു റോസ് കളറും ഒരു വൈറ്റ് കളറുമാണ് ഈ ക്രീം ഇത് തേക്കുന്ന ഫൗണ്ടേഷനും ഈ ക്രീമായിട്ടൊക്കെ വരുന്നത്. അതിനൊക്കെ ഭയങ്കര വിലയുമാണ്. അത് നമ്മുടെ മുഖത്ത് തേച്ചാലുണ്ടല്ലോ, നമ്മുടെ ഈ മുഖത്തുള്ള എല്ലാ ഈ ഹോളും എല്ലാം മൊത്തത്തിൽ അങ്ങ് അടഞ്ഞിട്ട് വെള്ളയുടെ പുറത്ത് ഇച്ചിരി ചുമപ്പോടെ അടിച്ചാൽ ചുമപ്പ് പോലെ ഇരിക്കും. പണ്ട് ചേച്ചിക്കുട്ടിയുടെ മുഖം ചുമന്നിരിക്കുന്നല്ലേ, അത് ഈ ഫൗണ്ടേഷനൊന്നും ഇട്ടിട്ടല്ല. ചേച്ചിക്കുട്ടിയുടെ മുഖം പൊതുവേ ഇങ്ങനെ ചിരിച്ചഴിഞ്ഞാൽ ചുമക്കും, അങ്ങനൊരു മുഖമാണ്. എന്നാൽ ഇപ്പോൾ ഒരു പൗഡർ പോലും ഞാൻ ഇട്ടിട്ടില്ല. കുളിച്ചിട്ട് വന്ന് നമ്മൾ വിളക്ക് കത്തിച്ച് ആ കുറി മാത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ടുള്ള ആൾക്കാർ ഇതിൻ്റെ ഒന്നിൻ്റെയും പുറകെ പോകാത്തത് കൊണ്ട് അവർക്ക് നല്ല സൗന്ദര്യവും ഉണ്ട്, അവർ ഒരുപാട് വർഷം ജീവിച്ചിരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങൾ
നിങ്ങൾ ചെയ്ത് മുടങ്ങാതെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കഷ്ടപ്പെടുന്ന കാശ് നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റിൻ്റെ പുറകെ കൊണ്ട് നിങ്ങൾക്ക് കളയേണ്ടുന്ന കാര്യമില്ല. നിങ്ങളിത് ചെയ്താൽ മതി. അത് ചേച്ചിക്കുട്ടി ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോയിലോട്ട് വന്നോളൂ. ആദ്യം ചെയ്യേണ്ടുന്നത്, നമ്മുടെ പുരികയില്ലേ, ഈ പുരിക, അത് നമ്മളാണ്ട് ഇതുപോലെ 2 വിരലും കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ചേച്ചിക്കുട്ടി ഇങ്ങനെ വിരൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാതെ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. ഈ 2 വിരൽ ഉപയോഗിച്ച് ഈ 2 പുരികമാണ്ട് ഇതുപോലെ മസാജ് ചെയ്ത് ഇവിടെ ആണ്ട് പോയിൻ്റ് ഉണ്ട്, ഇവിടെ കൊണ്ടെത്തിക്കണം. ഇത് നിങ്ങൾക്ക് 10 പ്രാവശ്യം വെച്ചോ 20 പ്രാവശ്യം വെച്ചോ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കണ്ണിനടിയിൽ അവിടെ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊണ്ടുവന്ന് നമ്മൾ ഈ പുരികം കൊണ്ടുവന്ന പോയിൻ്റ് ഉണ്ടല്ലേ അവിടെ കൊണ്ടുവന്ന് നിർത്തണം. ഇതുപോലെ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. അത് നിങ്ങൾ 10 പ്രാവശ്യമോ 20 പ്രാവശ്യമോ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫേസിൻ്റെ രക്തഓട്ടം നല്ലതായിട്ട് നടക്കുകയും നമ്മുടെ മുഖത്തിന് വരുന്ന ചുളിവുകളും അതും ഇതും എല്ലാം പോയി കിട്ടുകയും നല്ല സുന്ദരന്മാരാകും. അപ്പോൾ ഇത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പിടിച്ചിട്ട് ഈ പുരികൻ രണ്ടും ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. അത് ഇതുപോലെ 20 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഈ പൊട്ടിടുന്ന സൈഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ആദ്യം വലത്തോട്ട്, പിന്നെ ഇടത്തോട്ട്. ഇതും അതുപോലെ 20 പ്രാവശ്യം ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്നത് ഈ ഇവിടെ ഉണ്ടല്ലോ, ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ നമ്മൾ 20 പ്രാവശ്യം ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത്, ഈ താടി ഇവിടെ ഉണ്ടല്ലേ, ഇതുപോലെ കൊടുത്തിരിക്കുന്നല്ലേ താടിയല്ല്, അവിടെ ഈ 2 കൈയും വെച്ചിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കണം. ഇതുപോലെ 20 പ്രാവശ്യം, 20 എത്ര വേണേൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ ഈ ചെവിയുടെ ഇവിടെ ഉണ്ടല്ലേ, അവിടെ ഇതുപോലെ തേച്ച് കൊടുക്കണം. ഈ ഒരു വിരലും കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം. അതും 20 പ്രാവശ്യം 2 ചെവിയുടെ അടുത്ത്. പിന്നെ നമ്മുടെ ഈ കമ്മലിടുന്ന ഈ ഭാഗം ഉണ്ടല്ലേ, അവിടെ നമ്മളിങ്ങനെ ആ കമ്മൽ ഊരിയതിന് ശേഷം അവിടെ ഇതുപോലെ നമ്മളിങ്ങനെ അമുക്കി കൊടുക്കണം, രക്തോട്ടം ഉണ്ടാവാൻ. പിന്നെ നമ്മൾ ചെവിയുടെ പുറകുവശത്ത് ഇവിടെ ഇതുപോലെ 20 പ്രാവശ്യം നമ്മളിങ്ങനെ തേച്ചിറക്കണം, മേളിൽ നിന്ന് താഴോട്ട്. അത് 20 പ്രാവശ്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഇതില്ലേ, ഇതിങ്ങനെ അമുക്കി പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. എത്ര ബലം പ്രയോഗിക്കുക അത്രയും ബലം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം. ഇതാണ് ഫേസ് മസാജ്. പിന്നെ നമ്മുടെയൊക്കെ ഓരോരുത്തർക്കും ഉള്ളതാണ് ഈ കൊഴുപ്പ് വന്നിട്ട് ഇവിടാണ്ട് കെട്ടിക്കിടന്നിട്ട് ചിലവർക്ക് 2 താടി വരും. ഒരു താടി ഇവിടെ, ഇപ്പോൾ ചേച്ചി ഇവിടാണ്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ തള്ളി വരും. അത് കൊഴുപ്പ് കെട്ടിക്കിടക്കുന്ന. അത് ഉണ്ടാവാതിരിക്കാൻ ഈ 2 വിരലും കൊണ്ട് ഇങ്ങനെ ഇതുപോലെ മസാജ് ചെയ്യണം. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, ഇവിടാണ്ട് എലുമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഷോൾഡറിൻ്റെ അടുത്താണ്ട് 2 എല്ലില്ലേ, ആ എല്ലിനകത്ത് ഈ വിരലും കൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അത് തിരിച്ചും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യണം. വലത്തോട്ടും ഇടത്തോട്ടുമായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ അങ്ങനെ ചെയ്യണം. അതുപോലെ നിങ്ങൾ 20 പ്രാവശ്യം ചെയ്യണം. 20 എത്ര വേണമെങ്കിലും, ചേച്ചി 20 എന്ന് പറഞ്ഞതാണ്. ഇതിപ്പോൾ പറഞ്ഞു തന്നത് ഫേസിൻ്റെ മസാജാണ്. ഇനി വേറെ ഫേസിന് ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഫേസ് യോഗ. അതാണ്ട് ഇങ്ങനെ
അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതെല്ലാം നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റിൻ്റെയും പുറകിൽ പോകേണ്ടെന്ന കാര്യമില്ല. ഇത് മാത്രം നിങ്ങൾ ഡെയിലി കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് നോക്കും. നിങ്ങളുടെ മുഖത്തുള്ള എല്ലാ കാര്യങ്ങളും മാറും. പിന്നെ ചേച്ചി ചെയ്യുന്നതെന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പോയി നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് മുഖം കഴുകിയതിന് ശേഷം പോയി കിടക്കും. ഇതാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ അതുപോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേച്ചിക്കുട്ടിയുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് വരും. ചേച്ചി ഭയങ്കര സൗന്ദര്യമുള്ളതാണെന്നല്ല പറയുന്നത്. അത്യാവശ്യം നമ്മുടെ മുഖത്തിന് വേണ്ടുന്ന സൗന്ദര്യം വരും ഈ മസാജ് എല്ലാം ചെയ്യാമെങ്കിൽ. മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രക്തോട്ടം നല്ലതായിട്ട് നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പോഴുള്ള മുഖത്തിനെക്കാട്ടി നല്ല മുഖമായി മാറും. നിങ്ങളല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ചിട്ട് നോക്കിയിട്ട് ചേച്ചിക്ക് കമൻ്റ് ഇടണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട്, ഈ കെമിക്കൽ പ്രോഡക്റ്റിൻ്റെ പുറവേ പോകണോ അതോ നമ്മുടെ നാച്ചുറലായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ പുറവേ പോകണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വിഷയം ഫേസ് മസാജ്. ആരും ചതിക്കപ്പെടാതിരിക്കുക. അപ്പോൾ പറഞ്ഞില്ലല്ലേ ചേച്ചിക്കുട്ടി, ആ ഒരു കാര്യം വിട്ടുപോയി. ചേച്ചിയെ പഠിപ്പിച്ച ഒരു സാറിൻ്റെ കല്യാണത്തിന് ചേച്ചി പോയെന്ന് പറഞ്ഞില്ലേ? അവിടെ ചെന്നപ്പോഴാണ് ആ കല്യാണം കഴിക്കുന്ന പോയ പെണ്ണിന് ഭയങ്കര സൗന്ദര്യം. മണ്ഡപത്തിൽ കൊണ്ടിരുത്തിയ നല്ല വെള്ളയായിട്ടിരിക്കുന്നു. ചേച്ചിയെ പഠിപ്പിച്ച സാറിൻ്റെ കല്യാണത്തിനാണ് പോയെ. അപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് വീടും. അപ്പം ഞങ്ങൾ കല്യാണത്തിന് പോയപ്പോൾ നല്ല വെള്ളയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ പാല് വാങ്ങാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാണാം അവിടെ ഒരു പെണ്ണ് ഇരിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്തുവാ, കല്യാണത്തിൻ്റെ ആ മേക്കപ്പ് ആ പൗഡറുകളായിരുന്നു. റോസ് പൗഡർ, ഫൗണ്ടേഷൻ, അങ്ങനെയുള്ള സാധനം പിന്നെ മുഖത്തെല്ലാം പുരട്ടി വെള്ളയായ മുഖമാക്കി. ഇത് രാത്രി വന്ന് ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ കഴുകി കളഞ്ഞപ്പോൾ ആ തേച്ച ഫൗണ്ടേഷൻ എല്ലാം അങ്ങ് പോയി. കാരണം നമ്മൾ ഫൗണ്ടേഷനോ ഈ പിന്നെ അടിസ്ഥാനം കെട്ടുമ്പോഴോ സിമെൻറ്റ് ഇടുമ്പോഴോ മഴ പെയ്ത് അന്നേരം അങ്ങ് ഒലിച്ചു പോകത്തില്ലേ, അതുപോലെ ആയിപ്പോയത്. അപ്പോൾ ഇതിനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാനപ്പോൾ അവരെ അമ്മോട് ചോദിച്ചേ അതാരാ നിൽക്കുന്ന ചേച്ചി എന്ന് ചോദിച്ചോണ്ട് പറയാം അത് എൻ്റെ മോൻ്റെ പെണ്ണാ. ഞാൻ പറഞ്ഞു ഇതോ? ഇതാന്നാ. പക്ഷെ നമുക്ക് പറയാൻ പറ്റുമോ? അവരും പിന്നെ ആരോടും പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്കറിയാം അവർ ചതിക്കപ്പെട്ടെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും നിങ്ങൾ വീഴാതിരി. ഒറിജിനൽ നമുക്ക് ദൈവമായിട്ട് തന്ന ഒരു സൗന്ദര്യമുണ്ട്. ഇപ്പം പൈസ ഉള്ളവരൊക്കെ പോയി കണ്ടില്ലേ, പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നു. ഉള്ള സൗന്ദര്യം, നല്ല സൗന്ദര്യം അവർക്കുള്ളത്, അത് കളഞ്ഞിട്ടാണ് പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഭയങ്കര സൗന്ദര്യമാണെന്ന് പറഞ്ഞ് വരുന്നത്. അതൊക്കെ അവരുടെ ഇഷ്ടം. കാരണം അവർക്ക് കാശ് കാണും, അത് അവരവരുടെ ഇഷ്ടം. സാധാരണക്കാരായ നമ്മളെപ്പോലെ ആൾക്കാരോട് ഞാൻ പറയുന്നതാണ്, ഒന്നിൻ്റെയും പുറകെ പോകാതെ നിങ്ങൾ ഈ മസാജും ഈ ഫേസ് യോഗ എല്ലാം ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുള്ള വേണമെങ്കിൽ കസ്തൂരി മഞ്ഞളോ നമ്മുടെ സാധാ മഞ്ഞളോ പിന്നെ നമ്മുടെ വീട്ടിലുള്ള തൈര് അങ്ങനെ ലെമൺ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഇച്ചിരി ചാലിച്ചിട്ട് മുഖത്തിടിയോ അല്ലെങ്കിൽ തക്കാളി കണ്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് മുഖത്ത് മസാജ് ചെയ്യോ, ഇതെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതിനകത്തൊന്നും ഒരു കെമിക്കലും ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന തക്കാളി ആയിരിക്കണം, അല്ലാതെ മേടിക്കുന്ന തക്കാളിയിലൊക്കെ കെമിക്കലുണ്ട്. അതൊന്നും യൂസ് ചെയ്യണ്ട. അത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പൊടിപ്പിക്കുന്ന മഞ്ഞൾപ്പൊടിയോ കസ്തൂരി മഞ്ഞൾപ്പൊടിയോ ഏതായാലും നമ്മുടെ വീട്ടിൽ തന്നെ തൈര് ഒഴിക്കുമല്ലേ, അങ്ങനെ കെമിക്കലില്ല. നമ്മൾ വാങ്ങാത്ത സാധനം വീട്ടിൽ തന്നെ നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്ന ആ സാധനം വെച്ച് നമ്മുടെ മുഖത്ത് നിങ്ങൾ എന്ത് സൗന്ദര്യവും വരുത്തിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഈ കൃത്രിമ സൗന്ദര്യത്തിൻ്റെ പുറമെ നിങ്ങൾ പോകാതിരി. ഈ സൗന്ദര്യം ഉണ്ടാക്കുന്നതിന് ത്വക്കിനകത്ത് മെലാനിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് എല്ലാം അറിയാം ഇല്ലേ? ഇപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? മെലാനിനകത്ത് മെലാനിൻ കൂടാനും കുറയാൻ ത്വക്ക് രോഗത്തിന് ത്വക്കിന് കളറൊക്കെ വെക്കാനുള്ള ഒരു ഇഞ്ചക്ഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ ഭയങ്കര വിലയാണ്. അതൊക്കെ വെളിനാട്ടിലൊക്കെ ഇംഗ്ലീഷുകാരൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കൊന്നും വേണ്ട. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കളർ നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമുക്കത് മതി. അത് നമുക്ക് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാം. അത് ഇല്ലാതാവാതെ അതിൻ്റെ മേളിൽ ഈ പ്രോഡക്റ്റ് എല്ലാം മേടിച്ച് അത് നശിപ്പിക്കാതെ നിങ്ങൾ സാധാരണ ചേച്ചി ഇപ്പോൾ പറഞ്ഞത് മസാജും ചെയ്ത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പേസ്റ്റോ ബ്ലീച്ചിങ്ങോ എല്ലാം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ബൈ.